അതെ, ഇപ്പം നമുക്ക് നമ്മുടെ കൂടെ അനുകൂലിച്ച് ഏതാണ്ട് 10, 100, 100, 108 പേരുണ്ട്. അപ്പം അത് മതി നമുക്കിപ്പോൾ അവനെ തളയ്ക്കാനായിട്ട് ഇത് തന്നെ ധാരാളം. എന്നാലും അവൻ എത്ര ധൈര്യം ഉണ്ടെന്ന് നീ നോക്കിയേ, ഇവിടെ വന്ന് എൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ ഭാര്യയെ ഈ പരിപാടിക്ക് താലപ്പൊലിക്ക് ക്ഷണിക്കാനായിട്ട്. എൻ്റെ പഴയ സ്വഭാവമായിരുന്നാലും അവന് ഞാൻ മൂടുത്തിനടുത്തൂടെ ഇടിച്ചേനെ. ഞാൻ നോക്കി നടക്കുമോ? അവൻ കാണണം എനിക്കെന്ന് അവൻ വേദിയിലിരിക്കുന്നത്. ഇങ്ങോട്ട് മാറ്റിയോ? എന്താ എല്ലാരും ഉണ്ടല്ലോ? നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ? ഇല്ലല്ലോ. ചൊറിയും പറയും കേട്ടോ. ചൊറിയുമ്പോ വിളിക്കാം കേട്ടാ. അതല്ലേ അറിയാത്ത പിള്ള? അങ്ങനെ ഒരു പിള്ള ഉണ്ട് ഇവിടെ. അതുണ്ട്, ഞാൻ നിനക്ക് കാണിച്ചു തരാം. അടുത്ത നാളെ ചൊറിയും പരിപാടി നടക്കുമ്പോ. അപ്പോഴത്തേക്ക് നമുക്ക് എന്താ ക്ലീറ്റോ എല്ലാവരും വല്ലതും ചെയ്തു നോക്ക്. നിങ്ങൾക്ക് എന്താ പ്രശ്നം? എനിക്ക് പ്രശ്നമുണ്ടടി, എനിക്ക് പ്രശ്നമുണ്ട്. കാരണം എനിക്ക് ദണ്ണമാണ്. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു പരിപാടി. നിങ്ങൾ എന്തിനാ കഷ്ടപ്പെട്ടത്? നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടിട്ട്. അതല്ലേ ഇപ്പൊ അവിടെ നടക്കുന്നത്. എന്നിട്ട് അതിന്റെ ക്രെഡിറ്റ് അവൻ അടിച്ചോണ്ട് പോകണ്ട. അതെനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. അതെ, ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. നമുക്ക് പാർട്ടി ഓഫീസിൽ പോവാം. ഞാനൊന്ന് റെഡി ആയിട്ട് റെഡി ആയിട്ട് താ പറഞ്ഞത്. ഓരോ നല്ല കാര്യം ചെയ്യുമ്പോഴാ ഞാനൊന്നും പറയില്ല. നിങ്ങളൊക്കെ ഇതിനെ കൂട്ടി നിൽക്കണ്ടല്ലോ. അല്ലല്ല, ഞങ്ങൾ നിൽക്കും. ഇവന്തിന് ഇങ്ങോട്ട് വരണത്? എനിക്ക് മനസ്സിലായി, കാര്യം മനസ്സിലായി. വാ 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 വാ. എന്തോന്ന് പരിപാടിയാ കാണിച്ചത്? സംഗതി നിന്നെ ഒഴിവാക്കിയില്ലേ നാളത്തെ പരിപാടിന്ന്. ഈടാ അമ്പളിക്കുട്ട, ഇതാണ് ക്ലീറ്റോ പറഞ്ഞത് ചെയ്യൂന്ന് പറയണത്. നിനക്ക് അതിന്റെ ഏരിയ പോലും പോകാൻ പറ്റില്ലല്ലോ നാളെ. എടാ അമ്പളിക്കുട്ട, ഇതാണ് ഞാൻ നിന്റെ അടുത്ത് മലയാളത്തിൽ പറഞ്ഞത്. ക്ലീറ്റോയോട് കളിക്കരുത്, കളി അപകടമാണെന്ന്. ഇപ്പൊ മനസ്സിലായ കാര്യങ്ങള്. അവന്റെ വരവ് കണ്ടില്ലേ? മൂട്ടി തീ പിടിച്ചിട്ടുള്ള വരവാ. എന്റെ മൂട്ടി തീ പിടിച്ച് ഞാൻ സമ്മതിച്ചോളാം. പക്ഷെ നീ ഉണ്ടല്ലോ, നീ മൊത്തം നിന്ന് കത്താൻ പോകണം. പച്ചയ്ക്ക് നിന്ന് കത്താൻ പോകണം. നീ അങ്ങനെയുള്ള പരിപാടിയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. എന്താ നീ എന്താണ് ചെയ്തെന്ന് നിനക്കറിയാമോ? തങ്കം, ഇവ എന്താ ചെയ്തെന്നറിയാമോ? ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവ 100 പേരുടെ ഒപ്പ് ശേഖരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അയച്ചിരിക്കുന്നു. പിന്നെ എന്തൊക്കെയാണ് നീ പറഞ്ഞിരിക്കുന്നത്? അതിൽ ഞാനാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ അഴിമതിക്കാരൻ. എടാ, എന്നിട്ട് പറഞ്ഞിക്കല്ലേ എൻ്റെ വീട് പണി തീർത്തത് ഞാൻ ഇവിടെ പഞ്ചായത്തിന്റെ പൈസ എടുത്തിട്ടാണ്. അവർക്കെന്തോ കിട്ടിയ സിമെന്റും മണലും ഒക്കെ എടുത്താണ് ഞാൻ ചെയ്യുന്നത്. ഡേ, എപ്പോഴാണ് ഞാൻ അതൊക്കെ ചെയ്തത്? എടാ, നീ ഇനി ചെയ്താലും ചെയ്തില്ലല്ലോ ഞാൻ അങ്ങനെയൊക്കെ എഴുതി കൊടുക്കുള്ളൂ. നീ പരിപാടി പങ്കെടുക്കുക, അത്രേ ഉള്ളൂ എന്റെ ആഗ്രഹം. നീ അങ്ങനെ എഴുതി കൊടുക്കുള്ളൂ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നിനക്കറിയാമോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, നീ എപ്പോഴാണ് ഈ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒപ്പൊക്കെ വാങ്ങിക്കാൻ പോയത്? പഞ്ചായത്ത് സെക്രട്ടറി ഞാനായിട്ടുള്ള ഇരിപ്പ് ദിവസം നിനക്കറിയാമോ? എവിടെയാണ്? വീട്ടിലാണോ ഓഫീസിലാണോ? എവിടെയാണ് നീ പോയി വാങ്ങിച്ചത്? ഞാൻ വിളിക്കുന്നിടത്ത് സെക്രട്ടറി വന്ന് ഒപ്പിട്ട് വരും. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. എന്നിട്ട് എന്താണ് ചെയ്തത്? അടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡും ചെയ്തു. ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്താ കുഴപ്പം? ഞാനാണ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തത്. ആണാ? നിന്റെ അഴിമതി പുറത്തറിയാൻ വേണ്ടി ലോകത്തിലെ പഞ്ചായത്ത് മൊത്തം അറിയണം. അതിനുവേണ്ടി എല്ലാരും അറിയട്ടെ അവരുടെ അഴിമതി എന്താ സംഭവിച്ചതുകൊണ്ട്. എല്ലാരും അറിഞ്ഞു, ലോകം മൊത്തം അറിഞ്ഞിട്ടുണ്ട്. അറിയും, നീ അറിഞ്ഞു. നീയും നിന്റെ ആൾ കൂടെ ചെയ്തത് എല്ലാം അറിഞ്ഞടാ. നന്നായിരുന്നുണ്ട്. ഫേസ്ബുക്ക് നീയും അവര് മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഈ പഞ്ചായത്ത് സെക്രട്ടറി, ഇവിടുത്തെ പ്രമുഖന്മാര് എല്ലാരും ഉപയോഗിക്കുന്നതാണ്. എന്താ ചെയ്യുന്നറിയാമോ? ഈ ഒപ്പിട്ടില്ലേ പഞ്ചായത്ത് സെക്രട്ടറി ഇങ്ങനെ പ്രമുഖന്മാരെ, ഒറ്റാണ് അവരൊപ്പല്ല, യുവമാർ 3 കൂടെ ഒക്കെ ചേർന്ന് ചെയ്തത്. കള്ളവപ്പ്. പിന്നെ കള്ളപ്പെടണം. ഇവര് തലക്കത്തെ കുഴപ്പമുണ്ട്. കള്ളപ്പൊന്ന് ആര് പറഞ്ഞു? കള്ളപ്പൊന്ന് ആര് പറയാൻ? ഫേസ്ബുക്ക് എടുത്തോണ്ട് നോക്കടാ. അതിന്റെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ട്. ഒറ്റ എല്ലാരും എല്ലാം കള്ളവപ്പാണെന്ന് പറഞ്ഞിട്ട്. അവരങ്ങനെ അറിഞ്ഞിട്ട് പോലും ഇല്ല. ആവശ്യമില്ലാത്ത പറയരുത്. ആവശ്യമില്ലാത്ത ഇങ്ങോട്ട് നോക്ക്. അവിടെ എല്ലാം കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. നീ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കും. എന്തായാലും നാളത്തെ പ്രോഗ്രാമിൽ ഞാനുണ്ടാവും, നീ ഉണ്ടാവൂല. പിന്നെ വന്ന് കാണണമെന്ന ആഗ്രഹത്തോടെ അങ്ങോട്ടൊന്ന് വന്നു കളയരുത്. അവന്മാരെല്ലാം കൂടെ പച്ചയ്ക്ക് കത്തിക്കും. പിന്നെ ഇവിടെ ഇരുന്ന് TV യിൽ എങ്ങനെ കാണാൻ ശ്രമിക്കും. അതും നടക്കുമെന്നുള്ള കാര്യം എനിക്കറിഞ്ഞുകൂടാ. കാര്യം ഇതൊക്കെ കേസ് കൊടുക്കുമ്പോൾ എന്തായാലും പോലീസ് വരും. പിന്നെ പോലീസ് സ്റ്റേഷനിൽ എങ്ങാനും TV ഉണ്ടെങ്കിൽ നീ അവിടെ ഇരുന്ന് കാണും കേട്ടാ. അപ്പൊ തങ്കം 9 മണി മറക്കരുത്. അവളെ കൂടെ കുട്ടിക്കും കേട്ടോ. നിന്നെപ്പോലെ ഒരുത്ത ഉള്ളതാണടാ എന്റെ വിജയത്തിന്റെ രഹസ്യം. സത്യം കൂടെ കൊണ്ടുവരണം കേട്ടോ. നല്ല പയ്യന. എടാ ക്ലീറ്റോ, എന്തെങ്കിലും കള്ളത്തരം ചെയ്യുമ്പോ അന്തസ്സോടെ ഉള്ളത് ചെയ്യണം. അല്ലാതെ പഞ്ചായത്ത് സെക്രട്ടറി. ആഹാ, നന്നായിട്ടുണ്ട്. നിങ്ങൾ കള്ളൊപ്പിട്ടില്ലേ 101 പേരുടെ?
അവരെല്ലാം കൂടി വന്ന് ഉപ്പിലിടുന്നതിന് മുമ്പ് ഫോൺ ഓഫ് ചെയ്തിട്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാൻ നോക്ക്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇനി പുറത്തിറങ്ങാം. Alien versus Alien.